എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കില് ആ നേവി ബേസിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു. ഒരുപാട് മിലിറ്ററി ഫോഴ്സ്, സോൾജേഴ്സ്, അങ്ങനെ എല്ലാവരും ഇപ്പൊ ലൂഫിയെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അവന്റെ മുൻപില് എങ്ങനെയെങ്കിലും റോബിനെ തിരികെ പിടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മിലിറ്ററി ഫോഴ്സ് ആണെങ്കിൽ ഈ കാര്യം അവരുടെ ചീഫിനെ അറിയിക്കും. പക്ഷെ ചീഫ് ആണെങ്കിൽ അതത്ര വലിയ കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ അപ്പോഴായിരിക്കും അവരെല്ലാവരും തിരിച്ചറിയാ വന്നിരിക്കുന്നത് ഒരു നിസ്സാരപ്പെട്ട ആളല്ല, സ്ട്രോ ഹാറ്റ് പൈററ്റ് സാക്ഷാൽ ലൂഫിയാണെന്ന്. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ഫോഴ്സ് അവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അതേസമയം ഫ്രാങ്കിയെയും റോബിനെയും അവർ രണ്ടുപേരെയും കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് ചെയിനൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് അങ്ങനെ പിടിച്ചു വലിച്ച് ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് ഓഫ് ജസ്റ്റിസിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ റോബിന് വേണ്ടിയും ഫ്രാങ്കിക്ക് വേണ്ടിയും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊന്നും അറിയാതെ മുൻപോട്ട് അങ്ങനെ നടക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മെയിൻ ഗേറ്റ് അത് ഫ്രാങ്കിയോ ആൾക്കാരും ചേർന്ന് കിങ് ബുൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ചീഫ് സ്പാങ്ഡം ആള് ഷോക്കാവും. കാരണം ഇപ്പൊ എവിടെ നിന്നും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. അതേസമയം പുറത്ത് ഫ്രാങ്കി ടീമും ആ മിലിറ്ററി ഫോഴ്സും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റാണ്. അപ്പൊ അതേസമയം റോബിൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ സൗണ്ട് കേൾക്കും. അത് കേട്ട് ലൂച്ചി പറയും, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നീ മുൻപോട്ട് നടക്കുന്നു പറഞ്ഞ് അവരവളെ പിടിച്ചു വലിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. അസിസ്റ്റന്റ് പെണ്ണിനും എന്തോ ഒരു ഡൗട്ട് തോന്നും. പക്ഷെ അവളും അതൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കില്ല. കട്ട് ചെയ്താ ഇവിടെ ഗ്രാൻഡ്മയും ബാക്കിയുള്ള ആൾക്കാരും അവരാണെങ്കിൽ ട്രെയിനിൽ വെയിറ്റ് ചെയ്യാണ്. ഫ്രാങ്കി ആൻഡ് ടീമിന് 5 മിനിറ്റാണ് ഗേറ്റ് തകർക്കാനായി കൊടുത്ത സമയം. ഉടനെ ഗ്രാൻഡ്മ ആള് വിളിച്ചു പറയും, ഇനി 4 മിനിറ്റാണ് നമുക്ക് മുൻപിലുള്ളത്. 4 മിനിറ്റ് കഴിഞ്ഞാ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ട്രെയിൻ ഫുൾ ഫോഴ്സിൽ മുൻപോട്ട് കൊണ്ടുപോകും. കട്ട് ചെയ്ത ലൂഫി മറ്റൊരു എൻട്രൻസിന് മുൻപിലെത്തി അവിടെയുള്ള സോൾജിയറിനോട് ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെടും. പക്ഷെ അവനാണെങ്കിൽ അതിന് തയ്യാറാവാതെ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ലൂഫി ഒരു ഒറ്റ ചാട്ടത്തിന് അവന്റെ മുതുകിലേക്ക് കയറും. അതിനുശേഷം അവന്റെ ബോഡിയിൽ മുഴുവനായിട്ടും ലൂഫിയുടെ കൈയും കാലൊക്കെ നീട്ടി അവനെ കൺട്രോൾ ചെയ്ത് പിടിക്കും. എന്നിട്ട് ചുറ്റുമുള്ള സോൾജിയേഴ്സിന് മുഴുവൻ അറഞ്ച തല്ലും. സോൾജിയേഴ്സ് ആണെങ്കിൽ ലൂഫി കയറിയിരിക്കുന്ന ആ ഒരു സോൾജിയർ അവൻ മരിച്ചാലും കുഴപ്പമില്ല, ലൂഫിയെ കൊല്ലണമെന്ന് പറഞ്ഞ് അവരും വിട്ടുകൊടുക്കാതെ ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അപ്പൊ രണ്ടുപേര് അവരങ്ങനെ വന്ന് ലൂഫിയുടെ പുറകിലൂടെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ലൂഫി അവൻ അപ്പോഴും വിട്ടുകൊടുക്കില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവരെയും ദൂരേക്ക് ഇടിച്ചു പറപ്പിക്കും. പിന്നീട് ചാടിയും മറിഞ്ഞും കുട്ടിക്കാരനും മറിഞ്ഞൊക്കെ അവരെ എല്ലാവരെയും തല്ലി കൊല്ലും. ലൂഫി ആണെങ്കിൽ ഓരോരുത്തരെ തല്ലും തോറും വീണ്ടും മിലിറ്ററി ഫോഴ്സ് അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും. ലൂഫി കൈ നീട്ടിയെടുത്ത് അങ്ങനെ എടുത്തു ചാടി ആ ഗേറ്റിന്റെ മുകളിൽ വന്നിരിക്കും. എന്നിട്ട് അവരെ നോക്കി ഒരു ടാറ്റയൊക്കെ കാണിച്ചു പറയും, ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവല്ല, എനിക്ക് പിന്നാലെ വലിയൊരു ടീം വരുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോവാണ്. സോ എല്ലാവരും എൻജോയ് ചെയ്യാൻ പറഞ്ഞ് ലൂഫി ഇപ്പോ മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ആ ചീഫ് സ്പാൻഡം ആളാണെങ്കിൽ ഫുൾ കലിപ്പില് ആളുടെ അസിസ്റ്റൻസിനോട് ദേഷ്യപ്പെടും. എത്രയും പെട്ടെന്ന് അവരെ തടയണം, ഇല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ പണിഷ് ചെയ്യും. മെയിൻ ഐലാൻഡില് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സോൾജേഴ്സിനെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്ത്. എന്നിട്ട് ആർമി ഫോഴ്സ് തയ്യാറായി അവരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവ്. ഇതൊരു ജുഡീഷ്യൽ ഐലാൻഡാണ്. ഒരു കാരണവശാലും നമ്മുടെ മാന്യത അതാർക്കും മുൻപില് അടിയറവ് വെക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു പൈററ്റ് ടീമിന്റെ മുൻപില്. ഇവിടേക്ക് കൊണ്ടുവന്ന ഏതെങ്കിലും ക്രിമിനലിനെ ആരെങ്കിലും തിരികെ കൊണ്ടുപോയാ അത്രയും വലിയ അപമാനം നമുക്ക് വേറൊന്നും വരാനില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് എല്ലാ മിലിറ്ററി ഫോഴ്സിനെയും ഇവിടെ അസംബിൾ ചെയ്യിപ്പിക്കണം. അതിനുശേഷം നിർദ്ദേശം തന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത് ആ വില്ലന്മാരെ അവരെയും കൂടെ ലോക്ക് ചെയ്യണം. അതിനുശേഷം ആ ചീഫ് ആളിപ്പോ മെയിൻ ഗേറ്റിലുള്ള സെക്യൂരിറ്റിയെ കോൾ ചെയ്യും. പക്ഷെ അവിടെ ആണെങ്കിൽ ആരും കോൾ അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ മെയിൻ ഗേറ്റ് കാണിക്കും. അവിടെയുള്ള സെക്യൂരിറ്റീസ് അവരെല്ലാവരും ഒരുപാട് അടിയിടിയൊക്കെ കിട്ടി ചോര ഒലിച്ച് വീട് കിടക്കാണ്. ഇവിടെ ചീഫ് ആള് വീണ്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആരെ കൊണ്ടും അത് ആൻസർ ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കി ഫാമിലി അവര് ഭയങ്കര ആവേശത്തില് എല്ലാ സോൾജേഴ്സിനെയും അടിച്ചു ദൂരേക്ക് കൊണ്ടുപോകും. പൗലിയാണെ കയറൊക്കെ വെച്ച് വമ്പൻ ആക്ഷനിൽ ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ദൂരെ കാണുന്നൊരു ഗേറ്റ് അത് പോയിന്റ് ചെയ്ത് കാണിച്ചിട്ട് പറയും, എല്ലാവരും അതുവഴി വേണം അകത്തേക്ക് പോവാൻ. അത് കേട്ട് മറയുന്ന ആൾക്കാര് അവര് വീണ്ടും ഫ്രാങ്കി ടീമിനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ഈസിയായി
അവരവരെ തട്ടിയിട്ട് സൈഡിലുള്ള 2 ഡോറിന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി ആ 2 ഡോറിനും ഒടുവിലായി ഓരോ ലിവറുകളുണ്ട്. ആ ലിവർ അത് പിടിച്ച് വലിച്ചാൽ മാത്രമേ അതിന്റെ സെന്ററിലുള്ള ആ വലിയ ഗേറ്റ് അത് ഓപ്പൺ ആകൂ. അവര് ഫുൾ പവറില് ആ ലിവർ പിടിച്ച് വലിച്ച് ഗേറ്റ് അൺലോക്ക് ആക്കും. ഉടനെ ഫ്രാങ്കി ടീംസ് ആ ഗേറ്റില് ആഞ്ഞു തള്ളി അത് 2 വശത്തേക്കായി തുറക്കാനായിട്ട് തുടങ്ങും. സോൾജിയേഴ്സിനാണെങ്കിൽ അത് കണ്ട് വെറുതെ ഇരിക്കാനാവില്ല. അവര് വീണ്ടും ഓടി വന്ന് ഫ്രാങ്കി ഫാമിലിയെ തടയാൻ ശ്രമിക്കും. പക്ഷെ അതിലൊരു ഫ്രാങ്കി മെമ്പർ അവനൊരു വലിയ പീരങ്കി എടുത്ത് ഒരു കൂട്ടം മിലിറ്ററി ഫോഴ്സിനെ അങ്ങനെ വെടിവെച്ച് കൊല്ലും. ഫ്രാങ്കി ബ്രദേഴ്സ് ആണെങ്കിൽ ഇപ്പൊ മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അതിന്റെ സന്തോഷത്തില് അവർ തുള്ളിച്ചാടും. അടുത്തതായിട്ട് അവർക്ക് ആ മെയിൻ ഐലാൻഡിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് പോകണം. അതുകൂടെ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ആൾക്കാർ ട്രെയിനിന് അതുവഴി പാസ് ചെയ്ത് മുൻപോട്ട് വരാൻ കഴിയൂ. ഫ്രാങ്കി ടീംസ് ആണെങ്കിൽ ആ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ഒരുപാട് സന്തോഷത്തില് തുള്ളിച്ചാടി ആ ഗേറ്റിന് മുൻപിലേക്ക് വരും. ലൂഫി ആണെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ഫോഴ്സിനെ എല്ലാം തന്നെ തല്ലി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സോ ഫ്രാങ്കി ഫാമിലിക്ക് ഇപ്പോഴുള്ള ജോലി അത് വളരെ കുറവാണ്. അവർക്ക് ആ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ക്യാപ്റ്റൻ പറഞ്ഞ ആ മെയിൻ ആയിട്ടുള്ള 2 പേര് കാഷി ഒയ്മോൻ അവർ 2 പേരും ഇപ്പൊ എഴുന്നേറ്റ് വരും. അവരാണെങ്കിൽ ആ ഗേറ്റിനെ ലക്ഷ്യമാക്കിയാണ് ഹായ് ആയിട്ട് വരിക. അവരെ 2 പേരെയും കണ്ട് ഫ്രാങ്കി ഫാമിലി അവർ ഷോക്കാവും. അവരാണെങ്കിൽ ക്യാഷ്വലായി പറയും, നമുക്കിവരെ എത്രയും പെട്ടെന്ന് തല്ലിക്കൊന്ന് വീണ്ടും പോയി കിടന്നുറങ്ങണം. ഉടനെ ആ കാശി വില്ലൻ അവനിപ്പോ വിളിച്ചു പറയും, ജീവൻ വേണ്ടവർക്ക് ഇപ്പൊ തന്നെ ഓടാം. ഒരു കാരണവശാലും നിങ്ങളില് ഒരു കുഞ്ഞിനെ പോലും ഗേറ്റ് തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഫ്രാങ്കി ഫാമിലിക്കാണെങ്കിൽ അത് കേട്ട് ഹാർട്ട് ബീറ്റ് കൂടും. പക്ഷെ അവരാരും അത് പുറത്ത് കാണിക്കില്ല. അവര് മുൻപില് ഫുൾ കലിപ്പിട്ട് അവര് വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ കലിപ്പിച്ച് നിൽക്കും. ഉടനെ ഫ്രാങ്കി ഫാമിലിയിലെ 3 പേര് അവര് വലിയ പീരങ്കിയൊക്കെ എടുത്ത് ആ ജയന്റ് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് പോവും. ഉടനെ അതിലൊരുത്തൻ അവൻ കാല് ചുരുട്ടി ഒരൊറ്റ കിക്ക്, ആ ഒരു സിമ്പിൾ കിക്കില് അവര് 3 പേരും തെറിച്ചു പോയി അടിച്ചു വീഴും. ഫ്രാങ്കി ഫാമിലിക്കാണെങ്കിൽ അത് കണ്ട് പേടിയാവും. പക്ഷെ അവരുടെ മുൻപിലാണെങ്കിൽ വേറെ വഴിയില്ല. അവരുടെ ബോസ് ഫ്രാങ്കി അവനുള്ളത് ആ ഗേറ്റിന്റെ അപ്പുറത്താണ്. സോ അവിടേക്ക് പോയാൽ മാത്രമേ ഫ്രാങ്കിയെ തിരികെ കൊണ്ടുവരാൻ അവനെ കൊണ്ട് കഴിയൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ സോറോ കാണിക്കും. അവനാണെങ്കിൽ ട്രെയിൻ മുൻപോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ വെമ്പി നിൽക്കുകയാണ്. ഇനി 2 മിനിറ്റ് മാത്രമാണ് മുൻപിൽ ബാക്കിയുള്ളത്. കട്ട് ചെയ്ത ലൂഫി അവനിപ്പോ ആ നേവി സിറ്റിയുടെ സെന്ററിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ഒരു കൂട്ടം സോൾജിയേഴ്സ് ഗണ്ണൊക്കെ ആയി അവനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. അവൻ ക്യാഷ്വലായി പറയും, മര്യാദയ്ക്ക് വഴിമാറി തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ തല്ലിക്കൊല്ലും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.